അരുൺ, നേരത്തെ അനഘ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 4 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി പേരെ കാണാനില്ല എന്നുള്ള വാർത്തയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് 7 പേരെ കാണാനില്ല എന്നതാണ്. പക്ഷേ അതല്ല കണക്കുകൾ എന്നാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ പ്രദേശവാസികൾ നമ്മോട് പങ്കുവെക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് അരുൺ? നല്ല 7 പേര് എന്നുള്ള ഔദ്യോഗിക വിവരത്തിനപ്പുറത്തേക്ക് എത്ര ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടില്ല. കാരണം അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കൃത്യമായി തന്നെ ആ പരിശോധനകളൊക്കെ തന്നെ കൃത്യമായി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ആ ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായി നിന്നിരുന്നത്. ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ വയനാട് തുരങ്കപാതയിൽ കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഏറ്റവും ദാരുണമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപകടത്തിന്റെ തീവ്രത എത്രത്തോളം എന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതുവരെ 4 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ. ബാക്കിയുള്ളത് മിസ്സിംഗിന്റെ ലിസ്റ്റ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ ലാലി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, അങ്ങനെയില്ല. നമുക്ക് കൺഫേം ആയത് അത്രേ ഉള്ളൂ. അവർ തത്കാലത്തേക്ക് അവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. തത്കാലത്തേക്ക്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ബ്രിഡ്ജിന്റെ സ്റ്റെബിലിറ്റിയും കൂടി ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യും. NDRFന്റെ ടീമും പുറപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോടിൽ നിന്നും പിന്നെ തൃശ്ശൂരിൽ നിന്നും മറ്റുള്ള സ്ഥലത്തിൽ നിന്നും വരുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള ആൾക്കാരെ കൊണ്ട് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ തുടരേണ്ടി വന്നാൽ അതിന്റെ സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മഴ തുടരുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലേ റെസ്ക്യൂ ചെയ്യുന്നവർക്കും അതെ, ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് കാലാവസ്ഥ നോക്കിയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. വയനാട്ടിൽ മഴ തുടരുമെന്നുള്ളത് തന്നെയല്ലേ തൽക്കാലം റെഡ് അലർട്ട് ആണ് ഉള്ളത്. ബാക്കിയുള്ള സ്ഥലത്തിലൊക്കെ അലർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫീൽഡിലാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. 2 പേര് മരിച്ചു. ബാക്കി എത്രയാണെന്ന് കൃത്യമായി മിസ്സിംഗ് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് നമുക്കത് എടുക്കുന്നുണ്ട്. തീർച്ചയായും ഔദ്യോഗികമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ജില്ലാ കളക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാണാതായവരുടെ എണ്ണം നേരത്തെ 7 എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ കാണാതായവരുടെ എണ്ണത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. പ്രാദേശികമായിട്ടുള്ള ആളുകളൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത കൂടി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും അല്പസമയങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതിൻ്റെ ഈ ടണലിൻ്റെ ജോലി നോക്കിയിരുന്ന തുരങ്കപാതയുടെ ജോലി നോക്കിയിരുന്ന ആരൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അത്തരത്തിലുള്ള ഒരു പരിശോധനകളൊക്കെ തന്നെയാണ് ഇനി വേണ്ടതും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുത്തുമല അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ആ വഴിയാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാലത്തിന് വലിയൊരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. പാലത്തിന് ബലക്ഷയം ഉണ്ടായോ, ഇത്ര വലിയൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അതുകൊണ്ട് പാലത്തിന് പ്രശ്നം അടക്കം ഉണ്ടായോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയതിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള നടപടിയിലേക്ക് ഇവരെ ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം കൃത്യമായി തന്നെ ആ ഒരു പ്രദേശത്തേക്ക് ആളുകളെ സുരക്ഷിതമായി തന്നെ എത്തിക്കാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരം ഒരു ആശങ്ക പ്രദേശവാസികളും അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചത്. കാരണം അത്ര വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രദേശം ഒന്നാകെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ കളക്ടറുടെ വാക്കുകളായാലും മന്ത്രിമാരുടെ വാക്കുകളായാലും ഇത് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാരണം കൃത്യമായ ഒരു ഏകോപന സംവിധാനത്തിന്റെ അപര്യാപ്തത അവിടെ നിലനിന്നിരുന്നു എന്നാണ്. 25-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട്. ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ആ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി തരണമെന്ന് കരാർ കമ്പനി ആവശ്യപ്പെടുകയാണ്. അതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ?
അതിൽ അനുയോജ്യമായ ഒരു സ്ഥലം ജില്ലാ ഭരണകൂടം കണ്ടെത്തി കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം അത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട്. മറ്റൊരു കാര്യം, ഈ മീനാക്ഷി പാലത്തിന് സമീപത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് അവിടുത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യം പോലും ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു ഏകോപന സംവിധാനത്തിന്റെ അപര്യാപ്തത നിഴലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന് പുറകിലുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇവിടെ വലിയ വിലങ്ങുതടിയായി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇത്ര ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക്, വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക, രാത്രി രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധി. 7 പേരെന്ന് ഔദ്യോഗികമായി പറയുമ്പോൾ പോലും ആ കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉറപ്പ് നൽകാൻ ജില്ലാ ഭരണകൂടത്തിന് ആകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതനുസരിച്ചുള്ള ഒരു കൃത്യമായുള്ള വിവരശേഖരണം അടക്കം പ്രാദേശിക തലത്തിൽ ഉണ്ടാകണം. എന്തായാലും ഏറ്റവും ആശ്വാസകരമായുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് ഈ പ്രദേശത്തെ ആളുകളൊന്നും തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. തൊഴിലാളികൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും MLA കൂടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും മസ്ട്രോള് പരിശോധിച്ചപ്പോൾ സൂപ്പർവൈസർ അടക്കം പറഞ്ഞത് 18 പേരാണ് ഇന്ന് ജോലിക്കിറങ്ങിയത്. അതിൽ 9 പേര് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട്. ഒരു ബോഡി ഇവിടുന്ന് കിട്ടി, അത് വൈത്തിരി താലൂക്ക് ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരാളെ നേരത്തെ കിട്ടി, അത് ഇവിടെ HMLന്റെ ക്ലിനിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എത്തായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ 11. ഇനി അവർ കണക്കനുസരിച്ച് 7 പേരെ കൂടി കാണണം. അപ്പോൾ 7 പേരെ കണ്ടു കിട്ടണമെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പാലത്തിൻ്റെ കണക്ടിവിറ്റി നടത്തേണ്ടതുണ്ട്. 2 ഭാഗത്തു നിന്നും JCB പണി തുടരുകയാണ്. അപ്പോൾ പാലത്തിൽ കൂടി അങ്ങോട്ട് രക്ഷാപ്രവർത്തകർക്ക് പോകാൻ കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് പോയിന്റിലാണ് അവർ ജോലി ചെയ്ത് അവിടെ ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. 7 പേരാണ് അവരുടെ കണക്കനുസരിച്ചുള്ളത്. മണ്ണ് അടിഞ്ഞുകൂടിയതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത്. മാത്രമല്ല ഇത് നമ്മളൊരു പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യ നിർമ്മിതമായ ഒരു ദുരന്തമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ മണ്ണ് ഡംപ് ചെയ്യുന്ന ആ മണ്ണാണ് ഇടിഞ്ഞത്. ആ മണ്ണിൻ്റെ ഒരു ഒഴുക്കാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം. അത് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ PWD മന്ത്രി, അതോടെ ഈ നിയോജകമണ്ഡല MLA ആയ മന്ത്രി D സിദ്ദീഖ് അടക്കം ഗവൺമെൻറ് ഭാഗമായി ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും എത്തി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെത്തി. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഇവിടെയുണ്ട്, ജനപ്രതിനിധികളായ ഞങ്ങളിവിടെയുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മെറ്റീരിയൽ അതിൻ്റെ എക്യുപ്മെൻസും JCB, കിറ്റാച്ച്, ടിപ്പർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെത്തി. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം വെച്ച് ഇപ്പം എല്ലാ പണി നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത്. മണ്ണ് മാറ്റണം എന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. എവിടെയാണ് ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്? നേരത്തെ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, നേരത്തെ തന്നെ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മണ്ണ് നീക്കം ചെയ്യണം, അല്ലെങ്കിൽ പണി നിർത്തിവെക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കമ്പനിയോട് നേരത്തെ തന്നെ രേഖാമൂലം ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരുന്നു. തൊഴിലാളികളുടെ എണ്ണം ഇന്ന് കുറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ നമുക്ക് ദുരന്തം 2024 ഉണ്ടായത്. അപ്പോൾ എന്തായിരുന്നാലും ഈ JCB ഈ ടിപ്പർ ഉൾപ്പെടെയുള്ള പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ടിവിറ്റി കിട്ടിയാൽ മാത്രമേ ബാക്കി നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്താൻ കഴിയുള്ളൂ.
ഇല്ല, പറയാൻ പറ്റില്ല. 2 പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന് HML-ന്റെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിലുണ്ട്. ഒന്ന് ഇന്ന് കുറച്ച് മുമ്പ് കിട്ടിയ ബോഡി വൈത്തിരി താലൂക്ക് ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 പേര് ട്രീറ്റ്മെൻറ്റിൽ മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട്. 7 പേര് കാണാനുമുണ്ട്. അതാണ് അവരുടെ കണക്കനുസരിച്ചുള്ളത്. മിസ്സിങ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടോ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ തുടരാനുള്ള കാരണം? അല്ല, അത് എന്താണെന്നുള്ളത് പരിശോധിക്കപ്പെടണം. സ്ഥിരീകരിച്ചിട്ടുണ്ട് 2 പറഞ്ഞു. 2 പ്രദേശത്തെ ആളുകൾ ആരും ഈ അല്ല, അങ്ങനൊരു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊരു അപകട സൂചന ഉണ്ടാകുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ബാക്കി എല്ലാവരെയും മാറ്റുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ താഴേക്കുള്ള ആളുകൾ മേലെയുള്ള ആളുകൾക്ക് മാറ്റം തരും. അല്ല, അത് അതിൻ്റെ കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് റവന്യൂ. അതനുസരിച്ച് ദുരന്തത്തിൽ ഇനി പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. 18 പേരാണ്. 18 പേരിൽ 9 പേരിപ്പം മൂപ്പൻസ് മെഡിക്കൽ കോളേജിലോട്ട് ചികിത്സയിലുണ്ട്. 2 ഡെത്ത് ഉണ്ട്. 11 പേര്. 7 പേരാണ് മിസ്സിങ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടെത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവരും. അതെ, കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിവിടെ വന്നാൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ കണക്കനുസരിച്ച് 7 പേര് ഇപ്പോൾ കിട്ടാനുണ്ട്. അല്ല, ഇത് കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ പരിശോധന നടത്തിയാണ്. പരിശോധന നടത്തിയത് ഇവർക്ക് ചില പ്രിക്കോഷൻസുള്ള ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടുത്തെ IC പറഞ്ഞ MLA പറഞ്ഞ പോലെ അത് വേണ്ടത്ര ഒരു ഗൗരവത്തിലെടുത്തില്ല. ഇപ്പോൾ നമുക്കിത് മനസ്സിലാവുന്ന കാര്യം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ SBBയും അതോടൊപ്പം തന്നെ കോൺട്രാക്ടറും അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇതിനൊരു കോർഡിനേഷൻ നടത്താനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതാണ് ഇതിന് പറ്റിയൊരു അപകടം. ഗവൺമെൻറ്റുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു കോർഡിനേഷൻ നടത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോയി ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും. മാത്രം കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്ന പ്രിക്കോഷൻസൊക്കെ നമുക്കൂടെ ബോധ്യപ്പെടും. ജില്ലാ ഭരണകൂടം പോലും അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ഒരു ദുരന്ത സമയത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മിസ്സിങ് ആയവരെ കണ്ടെത്തുക, ഇവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ള. അതുപോലെ ഇനി ഒരു മഴ വന്നാലൊന്നും അടുത്തുള്ള ആളുകൾക്കൊന്നും പ്രയാസമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം. ബാക്കിയുള്ള കാര്യം ഗവൺമെൻറ് കൂടിയാലോചിച്ച് ചെയ്യുക. കാര്യത്തിൽ 2 മിനിസ്റ്റേഴ്സും കൊണ്ട് പോന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട റവന്യൂ മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ജില്ലയുടെ ചാർജുള്ള DCT മിനിസ്റ്ററും അവരോട് എത്തിക്കഴിയുമ്പോൾ കൂടിയാലോചിച്ച് ചെയ്യുക. ഏതായാലും ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ടൈം ബോണ്ടായിട്ട് നടന്നു. ഒരാൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു പരാതിയോ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പിന്നെ എല്ലാ ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ നേട്ടമാണ്. പക്ഷേ ഇനിയിത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് ഒരു വികസന പ്രവർത്തനം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുടെ ജീവൻ പണയം വെക്കേണ്ടി വരും. അതാ പ്രശ്നം. തീർച്ചയാണ് 2 MLA-മാർക്കും പറയാനുള്ള ആ ഒരു മറുപടിയാണ്. പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ടായ വീഴ്ച അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വീഴ്ചയല്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ പറയുന്നു. എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്നുള്ളത് അത് കൃത്യമായി തന്നെ പ്രാദേശിക തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേഷൻ. ഇനി 7 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അതിനായുള്ള ഒരു പ്രയത്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളെ കിട്ടി എന്നുള്ള ഒരു വിവരം കൂടി പക്ഷേ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. 7 പേരെ കൂടി ഇനി കിട്ടാനുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അടിയന്തരമായി ഇപ്പോൾ ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പാലം പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്ക് ഈ പാലത്തിൽ അടിഞ്ഞുകൂടി ചെളിയായി കിടക്കുന്ന ഇത് മാറ്റുന്ന നടപടികളാണ് ഇനി ഏറ്റവും പ്രധാനമായി നടപ്പാക്കേണ്ടത്. അതിനായുള്ള ഒരു ക്രമീകരണങ്ങൾ, അതിനായുള്ള നടപടികളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് ശ്രദ്ധിക്കുക. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഈ പ്രദേശത്തെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം, അത്ര ഭീകരമായ ഒരു അവസ്ഥയാണ്. വീണ്ടും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നാളെ റെഡ് അലർട്ട് തന്നെ വീണ്ടും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു പ്രദേശം ഒന്നാകെ ഇങ്ങനെ മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ മണ്ണാണ് അപ്രതീക്ഷിതമായി ഇടിഞ്ഞ് താഴേക്ക് വീണത്. അതിശക്തമായ മഴയിലാണ് ഇത്തരത്തിൽ ഈ മണ്ണ് താഴേക്ക് വീണത്. മണ്ണ് മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് കൃത്യമായി തന്നെ അത് മാറ്റിയോ എന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു വ്യക്തത വരുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല
പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തണം. എന്തായാലും പ്രാഥമികമായി പരിഗണന നൽകുക എന്നത് ഈ രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഈ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ഒരു നടപടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും 7 പേരെ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത് മണ്ണ് മാറ്റാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മണ്ണ് എങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ള കാര്യത്തിൽ കരാർ കമ്പനിക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നോ? അനുയോജ്യമായ ഒരു സ്ഥലം ജില്ലാ ഭരണകൂടം കണ്ടെത്തി നൽകിയിരുന്നോ എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്.